ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തേക്ക് വേണ്ടിയിട്ട് അരി കുതിർത്ത് അരച്ച് വെക്കാൻ മടിയുള്ളവർക്കോ അല്ലെങ്കിൽ മറന്നു പോയവർക്കൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റവ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അളവിൽ വറുക്കാത്ത റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചൂടുവെള്ളം കേട്ടോ. ചൂടെന്ന് വെച്ചാൽ കൂടിപ്പോയാൽ നന്നാവില്ല കേട്ടോ, അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം ആ ഒരു പച്ചവെള്ളത്തിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു ചൂട് അത്ര മതിയാകും. ഇവിടെ ഞാനിപ്പോൾ ഒരു 2.25 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മിക്സാക്കി നോക്കിയിട്ട് നല്ല കട്ടിയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസിലും വേണ്ട, എന്നാൽ നല്ല കട്ടിയിലും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ മതിയാകും. അരച്ചെടുത്തിട്ടുള്ള മാവ് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നല്ല ചൂട് കാലാവസ്ഥയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഈസ്റ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കണം കേട്ടോ, എന്നാലാണ് നല്ല കറക്റ്റ് ഉഷാറായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറേ സമയം വെച്ചാലും കറക്റ്റ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് 1 മണിക്കൂറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കത് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. വീട്ടിൽ ഓവനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ചാലും മതിയാവും. അപ്പോൾ ഒരു ചെറിയ ചൂടിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്തൊക്കെ വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്കിത് വേഗം തന്നെ അപ്പം ചുട്ടെടുക്കാം. ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പരത്തി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം ഇതുപോലെ ഇങ്ങനെ ചെറിയ ഹോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഇനി ഇതിലേക്ക് നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആക്കി കൊടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ മതിയാകും. ഇനി ഈ ഒരു രീതിയിൽ ദോശയുടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഒക്കെ സൈസിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കുഞ്ഞപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കുറേ മുൻപ്, വെള്ളയപ്പത്തിൻ്റെ ഒക്കെ മാവ് വെച്ചിട്ട്. അതുപോലെയൊക്കെ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് അടച്ച് വെച്ചിട്ടും ഇതുപോലെ തിരിച്ചിട്ടിട്ടൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ. അത് നല്ല ടേസ്റ്റിന് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല പഞ്ഞി പോലെ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അത് ചെറിയ സൈസിലായതുകൊണ്ട് തന്നെ വെന്ത് കറക്റ്റായി കിട്ടാൻ തീ കൂട്ടി വെക്കാനും പറ്റില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുകയും വേണം. ഇതിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് മേലൊരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ആക്കിയിട്ട് തിരിച്ചിട്ടെടുക്കാനും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് ഏത് രീതിയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചുട്ടെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട ഏത് കറി കൂട്ടിയിട്ടും കഴിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ചട്നി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം. ഞാനിവിടെ നല്ല മുട്ടക്കറിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്